ബാബുണ്ടങ്ങ് പോകുന്നതാണോ അല്ലേ? സൈച്ചേട്ടൻ മണി ഇപ്പൊ ഗ്രൗണ്ടിൽ എത്തിക്കാണും. നീ ആരെ കളിക്കാൻ കൊണ്ടുവരാന്ന് നീ പറയണത്? എടാ സച്ചിൻ, എന്റെ വായിരിക്കണോല്ലെങ്കിൽ കേക്കോട്ടെ. എടാ ഇതല്ല, പിന്നെ ഇത് വേറൊരു സച്ചിൻ. എടാ നമ്മുടെ കൊല്ലംപറമ്പിലുകാരന്റെ ബന്ധുവാ, ബോംബെയിലുള്ള സച്ചിൻ എന്നാ പേര്. ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകും. രാവിലെ നമുക്ക് വേണ്ടി മാച്ച് കളിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. സച്ചിൻ തെണ്ടുൽക്കറുടെ കൂടെ കളിച്ചിട്ടുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. ഒരു രക്ഷയില്ലാത്ത കളിയാ, നമ്മുടെ ഭാഗ്യത്തിന് കിട്ടിയതാ. കണ്ടാ മതി മോനെ, പുള്ളി തകർക്കും. അതേ നിക്കുന്നു. अरे सचिन भाई, अरे वर्की भाई कैसे हो? ഇപ്പൊ എത്തിയുള്ളൂ. अच्छा, ഇത് നമ്മുടെ കൂട്ടുകാരാ ബഷീർ ചന്ദ്രു, ക്രിക്കറ്റ് കളിക്കാർ ഹേ. नमस्कार. എന്തു പറ്റി? कौवा കാക്ക. ഈ ലൈൻ കമ്പനി ഷോക്ക് അടിച്ച് വീണ് ചത്തതാ. ആ അതാ ഞാനും ആലോചിക്കുന്നത്. ഈ നാട്ടിൽ 900 കാക്കയുണ്ടായിട്ടും ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്ക് അടിച്ച് ചാവുന്ന കാക്കയല്ലാതെ വയസ്സായി ചാവുന്ന കാക്കയൊക്കെ എവിടെ പോയാ ചാവുന്നത്? കാണികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വിക്ടറി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 4ാമത് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വാശിയേറിയ മത്സരത്തിൽ ഇന്ന് ഏറ്റുമുട്ടുന്നു ചാമ്പ്യൻസ് ക്രിക്കറ്റ് ക്ലബും ഫ്രാൻസ് ക്രിക്കറ്റ് ക്ലബും. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനം ടി.കെ. രാജൻ നെവർ റോളിംഗ് ട്രോഫിയും 5000 രൂപയും. രമേശൻ വന്നില്ലല്ലോ. പേടിക്കണ്ടാ, സച്ചിനുണ്ട്. എന്താ ഉറുമ്പ് കടിച്ചോ? കണ്ട കണ്ട പിന്നെ ജോസഫൻ ടൗണിൽ നിന്ന് സൂപ്പർ കളിക്കാരെ ഇറക്കിയിട്ടുണ്ടെന്നാ കേട്ടെ. കേരള പ്ലേയേഴ്സാ. അതിൽ ഫ്രെഡറിക് എന്ന് പറയുന്ന ഒരുത്തൻ സെമിയില് 3 ഓവർ 6 വിക്കറ്റ് എടുത്ത്. അത് കേരള ടീമില്ലേ, ബോംബെ ടീമിലെ ആളല്ലേ നമ്മുടെ കൂടെ. പേടിക്കണ്ടെന്ന്. ഈ ശരിക്കുള്ള സച്ചിൻ ടെണ്ടുൽക്കറെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന്? ബോംബെയിൽ 2 സച്ചിനാ ഉള്ളത്. ലേക്കിൻ മേരെ സിർ പേ ജോ ലിഖാ ഹൈ വോ ടീക് നഹീ ഹൈ. തലയിലെഴുത്ത് ശരിയല്ലെന്ന്. ഇനിയിപ്പോ അവരുടെ കൂടെ അലൻ ഡൊണാൾഡോ, വക്കാർ യൂനിസോ കളിക്കാൻ വന്നാൽ പോലും നമുക്ക് ഇന്ന് ഈ കളി ജയിച്ചേ പറ്റൂ. വക്കാർ യൂനിസ് ഒക്കെ ഇന്ന് കളിക്കാൻ വരൂ. പറക്കേ രമേശൻ വന്നല്ലോ. ആ രക്ഷപ്പെട്ടു. ഇതാരാ? സച്ചിൻ. സച്ചിനാ? ബോംബെ ഇറക്കിയതാ. ഒടുക്കത്തെ പ്ലെയറാ. ഇതൊക്കെ ഗ്രൗണ്ടിൽ കണ്ടാ മതി. രമേശൻ. സച്ചിൻ ബെലേബാസ് യാ ഗെയിം ബാസ്. ബാറ്റ്സ്മാൻ ആണോ ബോളറാണോ? ബാറ്റ്സ്മാൻ. അച്ഛാ അച്ഛാ അച്ഛാ. ഇരു ടീമിന്റെയും ക്യാപ്റ്റന്മാർ എത്രയും വേഗം പിച്ചിലേക്ക് എത്തുക. ടോസിനായി. അതെ, എന്തായാലും വേണ്ടില്ല, ചത്താലും ഈ കളി നമുക്ക് പപ്പേനോട് ജയിച്ചേ പറ്റൂ. ഓക്കെ. ദിനേഷ് കുമാർ അവിശ്വസനീയമായ അത്യുത്തമമായ സച്ചിന്റെ കാറ്റിലൂടെ ദിനേഷ് കുമാർ ഔട്ടായിരിക്കുന്നു. സച്ചിൻ ഫ്രഞ്ച് ടീമിനെ തെറിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് മിന്നൽ ഫ്രെഡി. ഇതാ ബാബുക്കുട്ടൻ ബോൾ ചെയ്യുകയാണ്. അവിടെയുണ്ട് നമ്മുടെ സച്ചിൻ. അതെ, ഒഴിച്ചു കാണേണ്ട കുഴപ്പമില്ല. കളി തുടരുകയാണ്. രമേശനും കൂട്ടരും തന്ത്രങ്ങൾ മെനയുകയാണ്. ഇപ്പോൾ സച്ചിനാണ് ബോൾ ചെയ്യാൻ വന്നിരിക്കുന്നത്. സച്ചിൻ 2-2 മിനിറ്റ് ഔട്ടാക്കാം. അതെ, സതീഷ് കുമാർ ബാറ്റ് ചെയ്യുന്നു. അതെ, സതീഷ് കുമാർ സിംഗിൾ എടുത്തിരിക്കുന്നു. ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത് ഫ്രെഡിയാണ്. ക്രിക്കറ്റ് കളിക്കാത്ത പ്രശ്നം ശ്രദ്ധിക്ക്. ഇത് മീൻസ് എന്നല്ല, ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണ്. ക്രിക്കറ്റ് മാന്യന്മാരുടെ കളിയാണ്. എന്നിട്ട് തന്നെ ആരുടെ ഇവിടെ കയറ്റിയിരുത്തിയ മൈക്ക് ഒഴുങ്ങി. ശ്രീകൃഷ്ണന്റെ ഉപദേശം പോലെ സച്ചിന്റെ വക ചില പൊടിക്കൈകൾ. സച്ചിന് നവാസുമാണ് ഇറങ്ങിയിരിക്കുന്നത്. കളികൾ നല്ല പ്രോത്സാഹനം കൊടുത്തു ജോസ് മോഹൻ. ലെഗ് സൈഡിലേക്ക് ബോൾ തട്ടിയിട്ട് വർക്കി ഒരു സിംഗിൾ എടുത്തിരിക്കുകയാണ്. നോക്കി കളിക്കണം. സിംഗിൾ എടുത്ത് ഞാൻ അടിച്ചു. ജോസ് മോഹൻ. സച്ചിൻ ബാറ്റ് ചെയ്യുന്നു. സച്ചിൻ പന്ത് ലീവ് ചെയ്താണോ അതോ കാണാൻ പറ്റാത്തതാണോ എന്നൊരു സംശയം. സച്ചിൻ ഒരു സിംഗിൾ എടുത്തിരിക്കുന്നു, ചെറിയ സിംഗിൾ.
മർദ്ദോങ്കെ തരക്കേൽ ബച്ചേ ആണുങ്ങളെ പോലെ കളിച്ചേക്കണം. സച്ചിൻ കളിച്ച ഷോട്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ വല്ല ബോംബെ ഷോട്ട് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യ ബോൾ സച്ചിൻ പാഴാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ ബോൾ അടിച്ചു, പക്ഷേ കണ്ണടച്ചാണ് സച്ചിൻ അടിച്ചെന്നൊരു സംശയം. നമുക്ക് ബോംബെയിലെ ദാവൂദിനെ ഇറക്കിയാലോ? ഇവനെ കൊല്ലാൻ. മിക്കവാറും വേണ്ടി വരും. ഈ പിച്ച് ശരിയല്ല. ഫ്രഞ്ച് ടീമിന്റെ തലയിൽ ഇടിവെട്ടിക്കൊണ്ടത് മെയ്ഡൻ ഇങ്ങനെ വിഷയം കുറച്ചുകൂടെ പാടി. അപ്പൊ ശരി, ഓക്കെ. ഇന്ന് വൈകിട്ട് ബോംബെക്ക് പോവാ. എങ്ങനെയെങ്കിലും ഇന്ത്യൻ ടീമിൽ കയറി പറ്റണം. അതാണ് എന്റെ ലക്ഷ്യം. ശരി, ഓക്കെ. ടാറ്റാ. സമയം കിട്ടുമ്പോ ബോംബെ ആജാ. നമുക്ക് അവിടെ ക്രിക്കറ്റ് മാച്ച് വെക്കാം.